ഇന്ന് വാഴയിലയിൽ പൊള്ളിച്ച അയലമീനിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിലേക്ക്. ഇനി ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിനായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസുള്ള സവോളയും, കുറച്ച് ചുവന്നുള്ളി, 2-3 പച്ചമുളക്, ഒരു തക്കാളിപ്പഴം, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. തക്കാളിപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഉള്ളിയും തക്കാളിപ്പഴവും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വരണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അയല പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അയല ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. പകുതി വേവൊക്കെ ആയാൽ മതി. അയലയൊക്കെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പായതാണ്. ഇപ്പോൾ അയല പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ തയ്യാറാക്കിയ മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് നിരത്തി ഇതുപോലെ വയ്ക്കണം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അയല
വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കണം. ഇതുപോലെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വാഴയില നമുക്കൊന്ന് പൊതിഞ്ഞ് കെട്ടി വയ്ക്കണം. ഇത് കെട്ടാനായിട്ട് വാഴയുടെ നാര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് വാഴനാരില്ലാത്തതുകൊണ്ട് ഞാനൊരു നൂല് കൊണ്ടാണ് കെട്ടിയിടുന്നത്. വാഴയുടെ നാരില്ലെങ്കിൽ ഇതുപോലെ നൂല് കൊണ്ട് കെട്ടിയാലും മതി. ഇനി ബാക്കിയുള്ള എല്ലാ മീനുകളും ഇതുപോലെ ഇലയ്ക്കകത്ത് മസാല വെച്ച് പൊതിഞ്ഞ് കെട്ടിയെടുക്കാവുന്നതാണ്. മീനുകളെല്ലാം ഇതുപോലെ പൊതിഞ്ഞ് കെട്ടിയെടുത്തതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന അയല ഓരോന്നായി വെച്ച് കൊടുക്കാം. എല്ലാ അയലകളും ഇതുപോലെ വച്ചതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. വാഴയിലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്. വാഴയിലയിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്ത അയല മീൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ചോറിന് കൂട്ടാനും ചപ്പാത്തിക്ക് കൂട്ടാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.